എല്ലാ വർഷവും റബീഉൽ അവ്വലായാൽ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ മുമ്പില്ലാത്ത രൂപത്തിലുള്ള വ്യത്യസ്ത തെളിവുകളുമായി ഓരോ വർഷവും വരുന്നത് കാണാൻ സാധിക്കും. ഒരു തെളിവ് വിലപ്പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അടുത്ത തെളിവുമായിട്ട് വരിക എന്നുള്ളതാണ് പലപ്പോഴും അവരുടെ രീതി എന്നുള്ളത്. ഒരു വീഡിയോ ഈ വർഷം കാണാനിടയായി, അതൊരുപാട് പ്രചരിച്ചിട്ടുണ്ട് എന്ന് ചില സഹോദരങ്ങൾ പറയുകയും അതിനൊരു മറുപടി നല്ലവരായ സാധാരണക്കാർക്ക് ആവശ്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനാൽ ചെറിയൊരു മറുപടി അതിന് നൽകാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങൾ, ഈ വീഡിയോയിൽ പറയുന്നത് അത് ഒന്നാമതായി ഇസ്ലാമിന് പരിചയമില്ലാത്ത രൂപത്തിൽ അഭിനയവും അതിന് പിന്നിൽ സംഗീതവും ഒക്കെയുണ്ട്. എന്തുകൊണ്ടാണ് ഈ സമസ്ത വിഭാഗത്തിലെ പണ്ഡിതന്മാർ പോലും ഇത്തരക്കാരെ തടയാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ അത് ഏത് രൂപത്തിലാണെങ്കിലും ശരി, അപ്പുറത്ത് വഹാബികളെ അടിക്കുകയാണല്ലോ, തൗഹീദിൻ്റെ ആളുകളെ അടിക്കുകയാണല്ലോ, അതുകൊണ്ട് രണ്ടടി കിട്ടട്ടെ, അതുകൊണ്ട് അയാൾ ചെയ്യുന്ന കോപ്രായങ്ങളും സംഗീതങ്ങളൊന്നും നമ്മൾ തടുക്കേണ്ടതില്ല എന്ന് ചിലപ്പോൾ ചിന്തിച്ച് കാണും. എന്ത് തന്നെയായാലും അത് തന്നെ ഒന്നാമത് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊന്നും ഇസ്ലാമിൻ്റെ രീതിയല്ല. ഇനി ഈ വീഡിയോയുടെ കണ്ടൻറ്റിൽ പറയുന്നത് ഒരു മനുഷ്യൻ അവൻ തന്നെ അവനോട് പറയാം, എന്താണ്, നബിദിനത്തിന് ക്ഷണിക്കുന്നു, അയാൾ നബിദിനത്തിന് വരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പറയാം, നീ നിൻ്റെ വീട്ടിൽ നിൻ്റെ മകൻ്റെ ബർത്ത്ഡേ കഴിച്ചിട്ടില്ലേ, അപ്പോൾ പിന്നെ നബിദിനത്തിന് വരണ്ടേ എന്നാണ്. എന്ത് പോയത്തരമാണ് ഒരു കാര്യം പറയുന്നത്. തെറ്റായ ഒരു കാര്യത്തിന് മറ്റൊരു തെറ്റായ കാര്യം നീ ചെയ്തല്ലോ, അതുകൊണ്ട് ഈ തെറ്റായ കാര്യം ചെയ്യണം എന്ന് പറയാം. ഒരാൾ പറയാണ്, നീ മദ്യം കഴിക്കാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാനില്ല. അപ്പം പറയാം, നീ ഇന്നാൾ അതിനേക്കാളും വലിയ കഞ്ചാവ് വലിക്കുന്നത് കണ്ടിട്ടില്ലേ, അപ്പോൾ പിന്നെ നിനക്കെന്താ മദ്യത്തിന് വരുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. രണ്ടും തെറ്റാണ്. ഇവിടെയും ഇത് രണ്ടും തെറ്റാണെന്ന് പറയാൻ എന്താണ് പ്രയാസം? ഇവിടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് തെറ്റാണ്. അത് ദീനുൽ ഇസ്ലാമിലില്ല, മറ്റു മതസ്ഥരിൽ നിന്നും അത് കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് പാടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ നിലപാട്. അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളെ വിളിച്ചിരുത്തിയിട്ട് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് വീഡിയോവിന് റീച്ച് ഉണ്ടാക്കാൻ, കണ്ടൻറ് ഉണ്ടാക്കാൻ നോക്കുന്നത് പരിതാപകരമാണ്. അത് അത്തരത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കാത്ത ഒരാളാണ് എങ്കിൽ ആ വീഡിയോയുടെ പകുതി ഭാഗം പിന്നെ ആവശ്യമില്ല. അയാൾ പറയും ഞാനെന്നെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വീഡിയോയുടെ പകുതി ഭാഗം കഴിഞ്ഞു. അപ്പോൾ ആഘോഷിച്ചു എന്ന് ഇവൻ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ ന്യായം പറയാം. അപ്പോൾ യാതൊരു കാര്യവുമില്ല. ഇത് രണ്ടും പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് രണ്ടാമത്തെ പകുതിയിൽ നമ്മൾ അതിൻ്റെ ചില മറ്റു പല കാര്യങ്ങൾ, പള്ളിയിൽ ഇഅ്തികാഫിരിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ, സഹോദര, നമ്മൾ ദീനുൽ ഇസ്ലാമിൽ എന്താണോ അനുവദിക്കപ്പെട്ടത് അതൊന്നും ചെയ്യേണ്ടതെന്ന് ആരും പറയുന്നില്ല. ആരെങ്കിലും മസ്ജിദിൽ പോയി ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് ഉദ്ദേശിച്ചിരുന്ന് ദിക്ർ ചെയ്യുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ഇതൊന്നും യാതൊരു കുഴപ്പമുള്ളൊരു കാര്യമല്ല. ആളുകൾ ചെയ്തുകൊള്ളട്ടെ, അത് എന്താണ് പ്രയാസം? നമ്മൾ പറയുന്നത് വർഷാവർഷം റബീഉൽ അവ്വലിന് പ്രത്യേകമായി സദസ്സുകൾ ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ നടത്തപ്പെടുന്ന മൗലിദ് ആഘോഷത്തെയാണ്. ഇത് പാടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് പാടില്ല എന്ന് പറയുന്നത്? അതിലാദ്യത്തിൽ പറയുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബികൾ അത് ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, അത്ബാഉ താബിഈങ്ങൾ ചെയ്തിട്ടില്ല, മുഹദ്ദിസീങ്ങൾ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ അഇമ്മത്തുകൾ, 4 അഇമ്മത്തുകൾ ആരും ചെയ്തിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഇവർക്കിത് കിട്ടിയിട്ടുള്ളത്? സഹോദരങ്ങൾ, എത്ര അത്ഭുതകരമായ കാര്യം! നല്ലവരായ മനുഷ്യന്മാരാരും ചെയ്തിട്ടില്ല എന്നു മാത്രമല്ല, ഇതാദ്യമായി തുടങ്ങി വെച്ചിട്ടുള്ളത് ഫാത്തിമിയാക്കൾ എന്ന് വെറുതെ പറയുന്ന ഉബൈദിയാക്കളാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഉബൈദിയാക്കൾ, ഷിയാക്കളിലൊരു വിഭാഗമാണ് ആദ്യം തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ദീനിൽ തെളിവ് എന്നാണ്. നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും അതിന് മറുപടിയുണ്ട്. സ്നേഹമെന്നാണോ പറയുന്നത് എങ്കിൽ അബൂബക്കറിനും ഉമറിനും ഉസ്മാനും അലിയിനും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അതുപോലെ മറ്റു സ്വഹാബികൾക്കും താബിഈങ്ങൾക്കും അയിമ്മത്തുകൾക്കും ആർക്കും തന്നെ സ്നേഹമില്ലായിരുന്നു എന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് വേണ്ടി തങ്ങളുടെ ജീവിതം തന്നെ സമർപ്പിച്ച മുഹദ്ദിസീങ്ങൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, ധാരണയില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എത്ര അപകടം പിടിച്ച വാദമാണ് നിങ്ങൾ പറയുന്നത്. ഇനി ശരി, ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, ഹസനുൽ ബസ്രിയുമായി റഹിമഹുള്ളയുമായി ബന്ധപ്പെട്ടിട്ട ഒരു വിഷയം, അത് വെറും കളവാണ്. ഹസനുൽ ബസ്രി റഹിമഹുള്ള 2-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ച മനുഷ്യനല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് ഇവർ പറയുന്നത് എന്താണ്? അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ നബിദിനം ആ കാലഘട്ടത്തിലില്ല. ഇവർ തന്നെ എഴുതി വെച്ചത് കാണാം, ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ നബിദിനം ആഘോഷിച്ചിട്ടേ ഇല്ല എന്നുള്ളത്. അത് ശരി തന്നെ എന്ന് ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് പറയണം ഹസനുൽ ബസ്രി റഹിമഹുള്ള ആഗ്രഹിച്ചു അത്രേ. സുബ്ഹാനല്ലാഹ്.
ഇവർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചിലപ്പോൾ കളവ് പറയാറുണ്ട്. അബൂബക്കറും ഉമറും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കളവ് പറഞ്ഞ് വാറോലകൾ എഴുതി വിടാറുണ്ട്. ഇത്തവണ ഹസനുൽ ബസരി താബിഈയെ കുറിച്ച് അത്ഭുതമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിൽ എന്തു കൊണ്ടുവന്നാലും ആദ്യമേ പറയാനുള്ളത് അതെല്ലാം തികച്ചും കളവ് മാത്രമായിരിക്കും. കാരണം ശ്രേഷ്ഠരായ ആദ്യ 3 നൂറ്റാണ്ടുകൾ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ചരിത്രങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇനി നാളെ മറ്റൊരു താബി, മറ്റന്നാളെ മറ്റൊരു ഇമാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവരികയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ആദ്യത്തെ 300 വർഷത്തിൽ ജീവിച്ച ഒരാളും നബിദിനം കഴിച്ചിട്ടില്ല എന്നല്ല, അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ട് പോലുമില്ല. കാരണം ഇത് പരിശുദ്ധ ദീൻ ഇസ്ലാമിന് പരിചയമില്ലാത്ത കാര്യമാണ്. ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുക, അതല്ലെങ്കിൽ മരിച്ച ദിവസത്തിൽ സങ്കടപ്പെടുക, ഇതൊന്നും പരിശുദ്ധ ദീൻ ഇസ്ലാമിന് പരിചയമില്ലാത്ത മറ്റു മതസ്ഥരിൽ നിന്നും ഇന്ന് ആളുകൾ കടമെടുത്തിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ, ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, സഹോദരങ്ങളെക്കാളൊക്കെ നമ്മൾ സ്നേഹിക്കണം. പക്ഷെ ആ സ്നേഹം കാണിക്കേണ്ടത് അവിടുന്ന് പഠിപ്പിച്ചതുപോലെയാണ്, അതല്ലാതെ അവിടുന്ന് താക്കീത് ചെയ്ത ബിദ്അത്തുകളിലൂടെയല്ല എന്ന് വളരെ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഈ വീഡിയോ ഉണ്ടാക്കി കഷ്ടപ്പെടുന്ന ഈ സഹോദരനോടും പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കിങ്ങനെ കണ്ടൻറ് ഉണ്ടാക്കാനാണ് എങ്കിൽ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞുണ്ടാക്കാൻ പാടില്ല. അതല്ലെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് മോണാക്ട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടാകാം, സംഗീതം ഇട്ടിട്ടൊക്കെ വീഡിയോ എടുക്ക് കണ്ടൻറ് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടാകാം. നിങ്ങൾ മറ്റു വല്ല വിഷയം നോക്കൂ, അത് അനുവദനീയമാണെന്നുള്ള നിലക്കല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ദീനിൻ്റെ പേരിലാകുമ്പോൾ നിങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്, അപകടം പിടിച്ച കാര്യമാണ് ചെയ്യുന്നത് എന്ന് താക്കീത് ചെയ്യുകയാണ്. വീഡിയോ ഉണ്ടാക്കിയ സഹോദരനും അതുപോലെ തന്നെ കാണുന്ന തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുമാറാകട്ടെ. നമ്മയും എല്ലാവരെയും റബ്ബു സുബ്ഹാനഹു വ തആല തെറ്റുകളൊക്കെ തിരുത്താൻ തൗഫീഖ് കൊടുക്കുകയും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.